ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റെസിപ്പിയാണ്. അതിനായി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ നെയ്യും, അതായത് നല്ല ഗീ, അതും ചേർത്ത് കൊടുക്കാം. ഈ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഷാജീരകം ചേർത്ത് കൊടുക്കാം. അതായത് മസാല കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഷാജീരകം എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത സവാള ഒരു 3 എണ്ണം, മീഡിയം സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും ഒന്ന് ഈ എണ്ണയിലും നെയ്യിലൊക്കെ ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ഇളക്കിയിട്ട് അതിനൊപ്പം തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി അതൊരു 5 എണ്ണം, ഇഞ്ചി ഒരു വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതും ഉപ്പും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് കുറച്ച് ടൈം കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ തന്നെ പെരുംജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ആ ഒരു റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരല്പം ടൈം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് അതുമൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം 1.5 കപ്പോളം വെള്ളം മതി. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീൻ, വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീനൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലായിടത്തേക്കും ആ ഗ്രേവിയൊക്കെ അതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. കാര്യം ചെമ്മീൻ നമ്മൾ നേരത്തെ വേവിച്ചതല്ല, ഈ ഗ്രേവിയിൽ കിടന്നിട്ടാണ് അത് വേവേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ല കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.